നമസ്കാരം, ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പെർട്ട് അപ്ടെക് ലിമിറ്റഡ്. നമുക്കിന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാം. തെങ്ങിൻ്റെ വളപ്രയോഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ പറ്റി നമുക്കിന്ന് അടുത്ത് പരിചയപ്പെടാം. തെങ്ങിനെ സംബന്ധിച്ച് NPK വളരെ പ്രധാനപ്പെട്ടതാണ്. NPK മൂലകങ്ങൾ, അതിനെ പ്രാഥമിക മൂലകം എന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ടുള്ള മൂലകമുണ്ട്, അഥവാ ദ്വിതീയമായിട്ടുള്ള മൂലകം. അത് കഴിഞ്ഞാൽ ടേർഷറി ആയിട്ടുള്ള മൂലകം അഥവാ തൃതീയ മൂലകം എന്ന് പറയും, അഥവാ മൈക്രോ ന്യൂട്രിയൻസ്. ഇവ 3 വിഭാഗത്തിലുള്ളതും നമ്മുടെ തെങ്ങിന് ആവശ്യമാണ്. അത്തരത്തിലുള്ളൊരു വളം അപ്ടെക് മീൽ എന്നറിയപ്പെടുന്ന വളം, ഇത് നമ്മുടെ തെങ്ങിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഇതാണ് അപ്ടെക് മീൽ. ഇതിൽ NPK മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ആവണക്കിൻ പിണ്ണാക്കും അപ്ടെക്കിൻ്റെ സാങ്കേതിക വിദ്യ, ലാബിലെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ജീവാണുക്കളുടെ കൺസോർഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ടെക് മീൽ ജൈവവളം എങ്ങനെ നമ്മുടെ തെങ്ങിന് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കാം. തൈകൾക്കാണെങ്കിൽ വളപ്രയോഗത്തിന് മണ്ണിൽ ചേർത്ത് കൊടുക്കണം. വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതിന് മുൻപായി മണ്ണിൻ്റെ അമ്ല ക്ഷാര സൂചിക ക്രമീകരിക്കേണ്ടതാണ്. അങ്ങനെ ക്രമീകരിക്കുന്നതിനായിട്ട് ഡോളോമൈറ്റോ കുമ്മായമോ തടത്തിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ടെക് മീൽ തടത്തിൽ കൊടുക്കാവൂ. അങ്ങനെ അപ്ടെക് മീൽ തടത്തിൽ കൊടുക്കുമ്പോൾ തൈകൾക്ക് 1 കിലോ തടത്തിൽ ചേർത്ത് നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കായ്ഫലമുള്ള തെങ്ങുകൾക്ക് 2 മുതൽ 5 കിലോഗ്രാം വരെ തടത്തിൽ ചേർത്ത് തടം നനച്ചു കൊടുക്കണം. അതിനുശേഷം തടം പുതയിട്ട് മൂടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പുതയിടുന്നത് നല്ലതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, വളപ്രയോഗം വർഷത്തിൽ 2 തവണ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലവർഷവും തുലാവർഷവും, അഥവാ മെയ് ജൂൺ മാസവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസവും.